അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് പ്രിയ എന്നാണ്. ഞാൻ തച്ചമ്പാറയിൽ നിന്നാണ് വരുന്നത്. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. എനിക്ക് വരുന്ന സമയത്തല്ല, കുറച്ച് കാലങ്ങളായിട്ടൊരു 4-5 മാസമായിട്ട് ഈ ഇടത്തെ കാലിൻ്റെ മുട്ടിന് ഭയങ്കര വേദനയായിരുന്നു. ആദ്യമൊക്കെ ഞാൻ കാലിങ്ങനെ വലിച്ചിട്ടാണ് നടന്നിരുന്നത്. അപ്പോൾ എനിക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു. എന്നിട്ട് ഞാൻ ഈശോയോട് പറയുമായിരുന്നു, എനിക്കൊന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ തന്നാൽ മതി നീ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ ഈശോ എന്നെ അനുഭവിച്ചു. പക്ഷേ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് കുറച്ച് നേരം കഴിഞ്ഞാൽ എണീക്കുമ്പോൾ ഭയങ്കര പ്രയാസമാണ് എനിക്ക്. എന്തിലെങ്കിലും പിടിച്ചിട്ട് വേണം എനിക്ക് എഴുന്നേൽക്കാം. ഇന്നിപ്പോൾ രാവിലെ ഇവിടെ വന്ന് ഞാൻ അച്ഛൻ ആരാധന എഴുന്നള്ളിച്ച് വെച്ചപ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. പക്ഷേ എഴുന്നേൽക്കുമ്പോൾ ആ തൂണിൽ പിടിച്ചിട്ടാണ് ഞാൻ എഴുന്നേറ്റത്. പക്ഷേ അതിന് ശേഷം ഇപ്പോൾ ഈ കുർബാന സമയത്ത് അച്ഛൻ വിളിച്ച് പറഞ്ഞു മുട്ടുവേദന ഉള്ള ആൾക്ക് സൗഖ്യപ്പെടുന്നു എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഈ കാല് കുറേ നേരം ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എടുത്ത് വെക്കണമെങ്കിൽ ഇങ്ങനെ നീക്കിയിട്ടേ വെക്കാൻ പറ്റൂ. കാല് എടുത്ത് വെക്കാൻ പറ്റില്ലായിരുന്നു. ഒരു വേദനയായിരുന്നു, കാലിനൊരു ഭാരമൊക്കെ ആയിരുന്നു. പക്ഷേ ആ കുർബാനയുടെ ഇടയ്ക്ക് വെച്ച് അച്ഛൻ പറഞ്ഞതിന് ശേഷം ഞാൻ ശ്രദ്ധിച്ചു, കാലിൻ്റെ ഭാരം നീങ്ങിപ്പോയി. അതുപോലെ തന്നെ കാല് മുട്ട് മടക്കാനും അതുപോലെ തന്നെ എടുത്തു വെക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ കുർബാന സ്വീകരിച്ച് മുട്ട് കുത്തി പ്രാർത്ഥിച്ച സമയത്ത് എനിക്ക് എവിടെയും പിടിക്കാതെ തന്നെ തനിയെ എഴുന്നേൽക്കാൻ പറ്റി, യാതൊരു വേദനയും ഇല്ലാതെ, കാലിന് യാതൊരു ഭാരവും ഇല്ലാതെ. അതുപോലെ തന്നെ അച്ഛൻ കുർബാനയുടെ ഇടയിൽ പറഞ്ഞിരുന്നു ഷോൾഡർ പെയിന്, വലതു ഭാഗത്ത് ഷോൾഡർ പെയിന്. എനിക്ക് കഴുത്തിലേക്കും ഈ ഷോൾഡറിനും ഭയങ്കര വേദനയായിരുന്നു. കുറച്ച് നേരം കൈ താഴ്ത്തി പിടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ പൊക്കാനൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ വേദനയും എനിക്ക് ഈശോ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഈശോയെ നന്ദി, യേശുവേ സ്തുതി. മുട്ടുകുത്തി എഴുന്നേറ്റ് കാലൊന്ന് മാറ്റി വെച്ച് പെട്ടെന്ന് കാല് വെച്ച് കുഴപ്പമില്ലല്ലോ. കൈയൊന്ന് ഉയർത്തി നോക്കി. അല്ലേ